നിവിൻ പോളിയുടെ തിരിച്ചുവരവ് സർവം മായ ആ സിനിമ കണ്ടു. ആ സിനിമയെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലെ ജസ്റ്റ് ആർട്ടിസ്റ്റുകളൊക്കെ ജസ്റ്റ് നോക്കാം. നിവിൻ പോളി സത്യത്തിൽ ഞാൻ മൂപ്പരുടെ ഒരു സിനിമ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ്. കാര്യം ആളുടെ കാര്യങ്ങളും പരിപാടിയും മാനറിസവും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സിനിമ വരണം, ഒരു നന്മ നിറഞ്ഞ സിനിമ വരണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഈ സിനിമ കണ്ടതോടുകൂടി ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി എന്ന് തന്നെ പറയാം. മനസ്സ് നിറഞ്ഞു. സത്യത്തിൽ ഞാൻ കുറച്ച് കാലമായിട്ട് കാണുന്ന സിനിമകളൊക്കെ ഫുള്ള് എന്താ പറയുക, ഒരു പ്രത്യേകതരം പരിപാടികളായിരുന്നു. എന്നാൽ ഇത് സമാധാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, പൊതുവേ നമ്മളെ മനുഷ്യർക്ക് നമ്മളൊരു പച്ച നിറത്തിലേക്ക് നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ കണ്ണിന് നല്ല കുളിർമയും സമാധാനമൊക്കെ ഉണ്ടാവും, കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവില്ല. അതുപോലെയാണ് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമായിരിക്കും, പീസ്ഫുള്ളായിരിക്കും. അതേപോലെ സത്യൻ അന്തിക്കാടിൻ്റെ മകനും എടുത്തു, അഖിൽ സത്യനും എടുത്തു. അത് തന്നെയാണ് ഇവിടെയും. കാണുന്ന സമയത്ത് ഭയങ്കര സമാധാനം, തിയേറ്ററിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മനസ്സിൽ സമാധാനം. അപ്പോൾ അടുത്ത ആക്ടർ അജു വർഗീസ്, നിവിൻ അജു കോംബോ. ശരിക്കും അത് ഭയങ്കര വല്ലാത്തൊരു കെമിസ്ട്രി ആട്ടോ. അത് രണ്ടുപേരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഭയങ്കര കെമിസ്ട്രി. ഇവർ രണ്ടുപേരെയും തിയേറ്ററിൽ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം അല്ലേ, എന്തൊരു എനർജി പോലെ. എല്ലാം ഓക്കെയാണ്, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ് എന്നൊരു തോന്നൽ. അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട് ഈ സിനിമയിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു സിനിമ കണ്ടതിൽ ഒരുപാട് ഹാപ്പിയാണ്. ജനാർദ്ദനൻ മൂപ്പൻ്റെ ആ ഒരു കുറച്ച് നാളായി തോന്നുന്നു സിനിമകളിലൊക്കെ വന്നിട്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആ വയസ്സായിട്ടുള്ള ആ ഒരു ഏജിലുള്ള അദ്ദേഹത്തിൻ്റെ ചില പരിപാടികളും കാര്യങ്ങളും സംസാരവും അതൊക്കെ ആളുടെ മാനറിസവും പരിപാടിയൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രീതി മുകുന്ദൻ അങ്ങനെയാണ് തോന്നുന്ന പേര്, നായിക. ഈ നായികയുടെ ആക്ടിങ്ങിൻ്റെ ഒരു ഭാഗം, ഈ നായിക ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. എന്തായാലും ഇതിൽ നിവിൻ്റെ പെയറായിട്ട് വരുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അവർ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അവരുടെ ഒരു ആക്ടിങ്ങിൻ്റെ ചില പോർഷൻസ് മാത്രമേ എനിക്ക് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കാവാത്ത പോലെ എന്നല്ല, ഒന്നും മാച്ച് ആവാത്തൊരു ഫീല്. ഇപ്പം നിവിൻ പോളി എന്ന് പറയുന്ന അദ്ദേഹം ചെയ്ത ആ കഥാപാത്രത്തിന് ഈ ആക്ട്രസ് മാച്ച് ആവാത്ത പോലെ ഒരു ഫീല് മാത്രം എനിക്ക് തോന്നി. പക്ഷെ അത് വലിയ കുഴപ്പമൊന്നുമല്ല. സിനിമ നല്ല രീതിയിൽ ആസ്വദിച്ചു, സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഇതിലൊരു ചെറിയൊരു എനിക്ക് കണക്ട് ആവാതെ വന്ന ഏക പരിപാടി ഇത് മാത്രമാണ്. ഈ ഒരു നടിയുമായിട്ടുള്ള ഒരു കെമിസ്ട്രി എനിക്ക് എന്തോ വർക്കാവാത്ത പോലെ തോന്നി. പക്ഷെ ഇതിൽ വേറൊരു നടി കൂടിയുണ്ട്, അവരുടെ പക്കായിരുന്നു. ഈ സിനിമയിൽ ഉടനീളം നിവിൻ പോളിന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടിയുണ്ട്, അത് പക്കായിരുന്നു. അത് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു, അത് അടിപൊളിയായിരുന്നു, നല്ല കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ലേഡിയുടെ പേരറിയില്ല, ആക്ട്രസിന്റെ പേരറിയില്ല, പക്ഷേ അവർ നന്നായി അഭിനയിക്കുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അവരുടെ ഓരോ സീനിലും ആ കുട്ടി ഒരു ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് ആണെന്ന് പറയുകയില്ല. എന്ത് ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, വളരെ അടിപൊളിയായിട്ട്, നല്ല എനർജറ്റിക് ആയിട്ടായിരുന്നു പെർഫോമൻസ് അവരുടെ. അതും പക്ക റിയലിസ്റ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തു, നന്നായി ചെയ്തു. ബാക്കിയുള്ള ക്രൂ, അഖിൽ സത്യൻ ഡയറക്ഷൻ, റൈറ്റർ, സ്ക്രീൻ പ്ലേ. അച്ഛൻ്റെ മകനാണ്, അത് തെളിയിച്ചു, 100% നീതി പുലർത്തി തെളിയിച്ചു. ഡ്രിങ്ക്സും സ്മോക്കിംഗ് ഒന്നും ഇല്ല, ഞാനത് കണ്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, കണ്ടിട്ടില്ല. അതൊന്നും ഇല്ലാത്തൊരു സിനിമ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാവും, നല്ല സാറ്റിസ്ഫൈഡ്. അതിൽ ഓരോ സ്ക്രീനിലും ഓരോ വിഷ്വൽസും കാര്യങ്ങളും പരിപാടികളും പഴയ വീട് പിടിച്ചിരിക്കുന്നതും അതിൻ്റെ ആ ഒരു കുളിക്കൽ എല്ലാം അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അഖിൽ സത്യ നിങ്ങൾ വേറെ ലെവലാണ്, നല്ല ടാലന്റഡ് ഉള്ള ഒരാളാണ്. അച്ഛൻ്റെ മകനല്ലേ, അങ്ങനെ ആയല്ലേ പറ്റൂ. പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഓക്കെ. സിനിമാറ്റോഗ്രാഫർ ശരൺ വേലായുധൻ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എഡിറ്റർ രതിൻ രാധാകൃഷ്ണൻ നന്നായി ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പരിപാടികളൊക്കെ എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. ഈ സിനിമയിൽ ചെറിയൊരു സീനിൽ അൽഫോൺസ് പുത്രൻ വരുന്നുണ്ട്. അദ്ദേഹത്തെ ഈ സിനിമയിൽ കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയി. മൂപ്പരുടെ ഒരു കംബാക്ക് ഞാൻ ഒരുപാട് കാലമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ടാലൻ്റ് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ തിരിച്ചു വരണം. കാരണം സിനിമയാണ് ജീവിതം എന്ന് മനസ്സിൽ വിചാരിച്ച് ഇറങ്ങി തിരിച്ചവരാണ്. അവർക്ക് കുറച്ച് ഫിസിക്കലി ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ചില എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് ഇതിൽ നിന്നും സ്കിപ്പായി പോയതാണ്. അവർക്ക് തിരിച്ചു വരണം. അവർക്ക് സിനിമയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാജിക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ സിനിമയുടെ സർവം മായ എന്ന് പറയുന്ന ഈ സിനിമയുടെ നമുക്ക് ആദ്യം മുതൽ നോക്കാം. ഫസ്റ്റ് അഖിൽ സത്യൻ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിൻ്റെ, ആ ഒരു റൈറ്ററിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അതിലുള്ള ആ ഒരു സ്ക്രീൻ പ്ലേ, അതുപോലെ തന്നെ അതൊക്കെ ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു. ഡയലോഗ്സ്, കോൺവേഴ്സേഷൻസ് അതൊക്കെ കൃത്യമായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല എൻഗേജിങ് ആയിരുന്നു. ഇതിൽ ഈ സിനിമയിൽ ഒരുപാട് കോമഡി ഉണ്ടെങ്കിലും അതിനെ ഓവറാക്കിയിട്ട് ചളവാക്കുന്ന പരിപാടിയൊന്നുമില്ല. സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് വരുന്ന കോമഡീസാണ്. അത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ അജു നിവിൻ കോംബോ ഇത് ഭയങ്കര ബെസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവൻ്റെ കെമിസ്ട്രി പറഞ്ഞാൽ ഭീകരമാണ്. അത് വേറെ ലെവലിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. പിന്നെ കുടുംബത്തിൽ ഉണ്ടാവുന്ന
ചില ഒട്ടുമിക്ക എല്ലാ കുടുംബത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇതിലുണ്ട്. അതെല്ലാം വളരെ ഒരുപാട് ഡീറ്റെയിൽ ആക്കാണ്ട് എന്നാൽ എല്ലാവർക്കും കൺവിൻസ് ആവുന്ന രീതിയിൽ അവതരിപ്പിച്ച് ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സിനിമയിൽ നിവിൻ പോളിയുടെ കൂടെ ഉടനീളം ഉണ്ടാകുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. അവർ ഭയങ്കര ബ്രില്യൻ്റ് ആക്ട്രസ് ആണോ, നന്നായി ചെയ്തിട്ടുണ്ട് ആ കുട്ടി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ്റെ ആ വർക്കും പരിപാടികളൊക്കെ അടിപൊളിയായിട്ടുണ്ട്, പക്ക റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ ആക്ട്രസ് ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കത് നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നും. എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കണേന്ന്. പിന്നെ അജു വർഗീസിൻ്റെയും നിവിൻ്റെയും കോംബോയിൽ നമ്മൾ എന്തൊക്കെ പരിപാടികൾ കോമഡിയും കാര്യങ്ങളൊക്കെ കണ്ടാലും അതിൽ ചില സമയങ്ങളിൽ ചിലപ്പോൾ ഇമോഷൻസ് കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഈ സിനിമയിലും ഇമോഷൻസ് കാര്യമായിട്ടൊന്നും കയറി വന്നില്ല എങ്കിലും ഇവരുടെ കോൺവെർസേഷൻ വരുമ്പോൾ തന്നെ അതൊരു കോമിക് ആയിട്ടുള്ളൊരു ബോണ്ടിങ് മാത്രമല്ല, ഇമോഷണലി കൂടെ അവർ കണക്റ്റഡ് ആണ്. അത് നമുക്ക് പ്രേക്ഷകർക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയും. ചില സീൻസിലൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. എന്തൊക്കെ കോമഡി കൊണ്ടുവന്നാലും അതങ്ങോട്ട് കണക്റ്റഡ് ആണ് പരിപാടി. സത്യത്തിൽ സിനിമയുടെ തിരക്കഥ എന്തോ വലിയ സംഭവമാണ്, അത് വേറൊരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ വീണ്ടും എവിടെയെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടാവാം. ഇതിലെ ഡയലോഗ്സും കാര്യങ്ങളും ആർട്ടിസ്റ്റുകളും അവരുടെ പെർഫോമൻസും ഇതിൻ്റെ എന്താ പറയുക സ്ക്രീൻ ആ ഒരു സിനിമാറ്റോഗ്രാഫി പരിപാടി, റൈറ്റിംഗ്, അതിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റിയാണ് ഈ സിനിമയ്ക്ക്. നമ്മളുടെ മനസ്സ് നിറയ്ക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യം. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു സിനിമ കാണുന്നത്. അത് ഇതുപോലുള്ള സിനിമകളും വരണം. കാരണം മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇങ്ങനെയും മനുഷ്യരുണ്ടായിരുന്നു എന്ന് അറിയണ്ടേ. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതുപോലുള്ള സിനിമകളും ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ എന്നറിയണ്ടേ, ഇതുപോലുള്ള മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു അറിയണ്ടേ. അപ്പം എന്തായാലും വലിയൊരു താങ്ക്സ് അഖിൽ സത്യൻ, നിവിൻ പോളി, അതുപോലെ അജു വർഗീസ്, എൻറ്റയർ ടീം അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും. സിനിമയിൽ എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു ചേർച്ചയില്ല എന്ന് തോന്നിയൊരു കോൺസെപ്റ്റ്, ഈ സിനിമയിൽ നിവിൻ പോളിയുടെ നായികയായിട്ട് ഫൈനൽ ഏകദേശം അവസാനത്തോടെ അടുക്കുന്ന സമയത്ത് കയറി വരുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. അവരുടെ പെർഫോമൻസ് മോശമായിട്ടാണോ അങ്ങനെയുള്ളതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിവിൻ പോളിയായിട്ട് അതെന്തോ ചേരാത്തത് പോലെ, വർക്കാവാത്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ബാക്കിയെല്ലാം ഇമോഷണലി കണക്റ്റഡ് ആണ്, കോമഡി എല്ലാം കണക്റ്റഡ് ആണ്, പെർഫോമൻസ് എല്ലാം ഭീകരമാണ്, എല്ലാം കൺവിൻസ് ആണ്. നല്ലൊരു സിനിമ, എല്ലാവരും മസ്റ്റ് വാച്ച് എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണണം. നമ്മൾ നിവിൻ പോളിയുടെ കംബാക്ക് മൂവിയാണ്. ശരിക്കും കംബാക്ക് എന്നൊക്കെ പറയുമ്പോൾ നിവിൻ പോളി എടുക്കുന്ന സിനിമ ഇതുപോലത്തുള്ള കോൺസെപ്റ്റ് ആയിരിക്കണം. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. നിവിൻ പോളിയുടെ ഫേസ് കാണുന്ന സമയത്ത് നമ്മൾ പലരും പ്രതീക്ഷിക്കുന്നത് ഒരു സമാധാനമാണ്. നിവിൻ പോളിയുടെ ഫേസിൽ ഒരു സമാധാനം, നിവിൻ അജു കോംബോ എന്നൊക്കെ പറയുമ്പോൾ ഒരു സമാധാനമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് കിട്ടി. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നൈസായിട്ടുണ്ട് പരിപാടി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും പോയി കാണണം കേട്ടോ, നല്ല സിനിമയാണ്, ഫാമിലി ആയിട്ട് പോയി കണ്ടോളൂ. ഇതൊരു ഹൊറർ മൂവിയാണ് എന്നൊരു കോൺസെപ്റ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഹൊറർ മൂവിയുടെ പ്രത്യേകിച്ച് പേടിപ്പിക്കലോ പരിപാടികളോ എലമെൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊരു ഫണ്ണായിട്ട് പോകുന്നൊരു പരിപാടിയാണ്. ഫണ്ണാണെങ്കിലും അതിൽ കുറച്ച് ഇമോഷൻസ് ഉണ്ട്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് ആണ്, അല്ലാതെ നമ്മൾക്കറിയാത്ത, നമ്മൾ കണ്ട് ശീലമില്ലാത്ത ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും അവരുടെ ഇമോഷൻസ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. മസ്റ്റ് വാച്ച് മൂവി. സൂപ്പർ ഫെൻറ്റാസ്റ്റിക്.